2026 2020 ലോകകപ്പിന് ദിവസങ്ങൾ മാത്രമല്ല, ആഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ക്രിക്കറ്റിൻ്റെ ലഹരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 2020 ഈ വർഷം തന്നെ നമുക്കിനി 2020 ലോകകപ്പിന് ശേഷം IPL വരുന്നു. അങ്ങനെയുള്ള വലിയ വലിയ ടൂർണമെൻറ്റുകൾ നടക്കുന്ന ഒരു വർഷമാണ് ക്രിക്കറ്റിലും ഫുട്ബോളിലും എല്ലാം. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ മുൻ ഇന്ത്യൻ താരമായിട്ട് അശ്വിൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ നടത്തിയ ഒരു പരിപാടിയിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായി. അതായത് ഇപ്പോഴത്തെ നിലവിൽ ICCയുടെ ഈ ഷെഡ്യൂള് 2020 ലോകകപ്പിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ഇന്ത്യയുടേതടക്കം പല മത്സരങ്ങളും കാണാൻ ആളുകൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതിന് റീസണായിട്ട് അദ്ദേഹം പറയുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ അസോസിയേറ്റഡ് രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യയുടേതടക്കമായിട്ടുള്ള മത്സരങ്ങൾ ആദ്യ റൗണ്ടിൽ വരുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ടൂർണമെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ കാണികളുടെ അല്ലെങ്കിൽ കാഴ്ചക്കാർ ഉണ്ടാകില്ലെന്നും ഈ ടൂർണമെൻറ്റിനോട് ആളുകളുടെ ഒരു താല്പര്യം കുറയുമെന്നുമാണ് പറയുന്നത്. അതായത് ഈ ചെറിയ ചെറിയ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ലോകകപ്പ് നടത്തുന്നതിനെതിരെയാണ് പരോക്ഷമായിട്ട് അശ്വിൻ പറഞ്ഞു പോകുന്നത്. അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് സെയ്ഫ് ഒരു അഭിപ്രായത്തിൽ? അത് തീർച്ചയായിട്ടും അശ്വിൻ പറഞ്ഞ കാര്യങ്ങൾ, T20 വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു പക്ഷേ ഇതിനെ അശ്വിൻ്റെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ട് പറയാം. അശ്വിൻ ഏകദിന ക്രിക്കറ്റിൻ്റെ ഒരു സ്ലോ ഡെത്ത് ആണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു പരാമർശം കൂടി ഇതിനോട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ശരിയാണ്. കാരണം ഒരു ദിവസം പൂർണ്ണമായിട്ടും ലോങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ 5 ദിവസം ഒക്കെ നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റിൻ്റെ ലോങ്ങർ ആയിട്ടുള്ള ഫോർമാറ്റുകളെക്കാളും T20 ഫോർമാറ്റിന് കുറച്ചും കൂടി സ്വീകാര്യത കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഫുട്ബോളിന്റെ പ്രത്യേകത, ഫുട്ബോൾ ഒരു ഗ്ലോബൽ രംഗത്ത് ക്രിക്കറ്റും ഫുട്ബോളും എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും ഫുട്ബോളിന് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട്, ഒരു മേധാവിത്വം തീർച്ചയായിട്ടും വേൾഡ് വൈഡ് നോക്കുന്ന സമയത്ത് അതിന്റെ ഗ്ലോബൽ ആയിട്ടുള്ള ഇതിനകത്തൊക്കെ കൃത്യമായിട്ട് ഫുട്ബോളിന് ഒരു മേൽക്കോയ്മ ഉണ്ട്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ വളരെ വേഗത്തിൽ ചടുലമായിട്ട് കഴിയുന്ന ഒരു ഗെയിം ആയതുകൊണ്ടുള്ളത്. മറ്റത് കുറച്ച് ലേസി ആയിട്ടുള്ള ഒരു ഏകദിനം എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ വന്ന് പന്തെറിയുന്നു, ടെസ്റ്റൊക്കെ നോക്കും, ഒരാൾ വന്ന് പന്തെറിയുന്നു, ഇപ്പുറത്ത് മുട്ടുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ചിലപ്പോൾ അത് എല്ലാവർക്കും ഒരു പറ്റുന്ന ഒരു ഗെയിം ആവണം എന്നില്ല. പക്ഷെ T20 വന്നപ്പോൾ ആ ഒരു സാധ്യത, അതായത് ഈ T20 ക്രിക്കറ്റിനെ ഗ്ലോബലൈസ് ചെയ്യാൻ, ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിമിനെ ഗ്ലോബലൈസ് ചെയ്യാൻ, കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞിട്ട് ഉണ്ട്. ഇപ്പോൾ T10 ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഇനിയും ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടി ക്രിക്കറ്റുകൾ പല തരത്തിലും വരാൻ സാധ്യത ഉണ്ട്. ഇപ്പൊ 100 എന്ന് പറഞ്ഞിട്ട് 100 എന്ന് പറഞ്ഞിട്ട് 100 പന്തുകൾ മാത്രം പന്തെറിയുന്ന ഒരു ടൂർണമെന്റ് ഓൾറെഡി നടക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ. അപ്പൊ അങ്ങനെ അത് ഒരു സാധ്യതയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ക്രിക്കറ്റിനെ ഗ്ലോബലൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ലോകകപ്പിന് വരും. ഇറ്റലിനെ പോലുള്ള രാജ്യങ്ങളൊക്കെയാണ് ലോകകപ്പിന് ഇപ്പോൾ യോഗ്യത നേടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും 28ാം റാങ്കിലാണ് T20 റാങ്കിങ്ങിൽ ഇറ്റലിയുടെ റാങ്ക് 28ആണ്. അപ്പൊ 28ാം റാങ്കുള്ള ഇറ്റലി ലോകകപ്പിന് കളിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള പല രാജ്യങ്ങളും വരുമ്പോൾ ഇത്തരം മത്സരങ്ങൾ കൂടി വരും. അതായത് ചെറിയ ചെറിയ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ വരുന്ന ഇന്ത്യ, പാകിസ്ഥാൻ, നമീബിയ, നെതർലൻഡ്, അതുപോലെ തന്നെ US ഈ ടീമുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മാർക്വി ഗെയിം അവിടെ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ചെറിയ രാജ്യങ്ങൾ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ ഇത് കാണേണ്ടി വരും. ഇപ്പൊ നമീബിയ എന്ന് പറയുന്ന ടീം കഴിഞ്ഞ വർഷം സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിച്ച ടീമാണ്. നമീബിയ. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തെയും തള്ളിക്കളയാൻ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ T20 എന്ന് പറയുമ്പോൾ T20ക്ക് കിട്ടുന്നൊരു സ്വീകാര്യത ക്രിക്കറ്റ് ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ട്. അവരെന്തായാലും ലോകകപ്പ് കാണാനുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അശ്വിൻ പറഞ്ഞ കാര്യത്തിൽ, ഏകദിന ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ ശരിയാണെങ്കിൽ പോലും T20 ക്രിക്കറ്റ് ലോകകപ്പ് കാണാൻ എന്തായാലും ഈ കുഞ്ഞൻ രാജ്യങ്ങൾ കളിക്കുന്നു എന്നൊരു ആർഗ്യുമെന്റ് വെച്ചിട്ട് T20 കാണാൻ ആളുണ്ടാവില്ല എന്ന് അങ്ങനെ ഇതായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ കുഞ്ഞൻ ടീമുകളും കൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് ക്രിക്കറ്റിനെ കൂടുതൽ സ്വീകാര്യത. അല്ലാതെ വലിയ രാജ്യങ്ങൾ, അതായത് ഇന്ത്യ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഓൾറെഡി ക്രിക്കറ്റിന് ഒരു മേധാവിത്വം ഉണ്ട്. പക്ഷെ ഇംഗ്ലണ്ടിൽ ഫുട്ബോളിന് കൂടുതൽ മേധാവിത്വം ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ ക്രിക്കറ്റിനാണ് പ്രചാരണം കൂടുതൽ. പക്ഷെ എന്നതുകൊണ്ട് മാത്രം നമ്മൾ ചെറിയ രാജ്യങ്ങളെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. ചെറിയ രാജ്യങ്ങൾ മാറണം.
ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അഫ്ഗാനിസ്ഥാനൊക്കെ ഇതുപോലെ വന്ന സമയത്ത് കുഞ്ഞൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ആരെങ്കിലും കുഞ്ഞൻ രാജ്യങ്ങൾ എന്ന് പറയാറുണ്ടോ? അഫ്ഗാനിസ്ഥാൻ ആരെ വേണമെങ്കിലും തോൽപ്പിക്കുന്ന ടീമാണ് ഇപ്പോൾ. നല്ലൊരു നിലവിലത്തെ അവസ്ഥയിൽ ശ്രീലങ്കയെക്കാളും ബംഗ്ലാദേശിനേക്കാളൊക്കെ ഒരു മികച്ചൊരു ടീം അവർക്ക് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുണ്ട്. അത്രത്തോളം അഫ്ഗാനിസ്ഥാൻ വളർന്നിട്ടുണ്ട് ക്രിക്കറ്റിൽ. അപ്പോൾ നമുക്ക് ഈ ക്രിക്കറ്റിന്റെ ഈ ചെറിയ ടീമുകളുടെ വളർച്ച വളരെ വേഗത്തിൽ തന്നെ സംഭവിക്കും. അവർക്ക് ആവശ്യപ്പെട്ടുള്ള ഫണ്ടും അതിനുള്ള സജ്ജീകരണങ്ങളും ഉണ്ടെങ്കിൽ സംഭവിക്കും. അപ്പം നമ്മൾ ഒരിക്കലും ഈ അശ്വിൻ പറയുന്ന ഒരു ലോജിക്കിനോട് നമുക്ക് അവിടെ യോജിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റാണ്, ഇതൊരു ഗെയിമാണ്. ഇപ്പോൾ സേഫ് പറഞ്ഞ പോലെ ഫുട്ബോളിന് കിട്ടുന്ന ലോക സ്വീകാര്യത കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റിന് കിട്ടണമെങ്കിൽ ചെറിയ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കും ചെറിയ ചെറിയ രാജ്യം എല്ലാവരും വന്നാൽ മാത്രമേ ക്രിക്കറ്റിനും ഈ ഫുട്ബോളിനെ പോലുള്ളൊരു സ്വീകാര്യത ജനങ്ങൾക്കിടയിലൊക്കെ കിട്ടുക. പിന്നെ ഈ അശ്വിൻ പറയുന്ന പോലെ ഏകദിനം മരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ അത് കുറച്ച് ലോജിക്ക് ഉണ്ടാവും. കാരണം ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കാണുക എന്നുള്ളത് കണ്ടിട്ട് അത്ര മണിക്കൂർ ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പക്ഷെ അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ അമേരിക്കയിലൊക്കെ ഇങ്ങനെ സംസാരമാണ്, 5 ദിവസം ടെസ്റ്റ് നടന്നിട്ടും 5ാമത്തെ ദിവസം സമനിലയാവുന്ന ഗെയിമാണ് ഈ ടെസ്റ്റ് എന്ന് കേട്ടിട്ട് ഒരു കളിയാക്കൽ പോലെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, 5 ദിവസം മത്സരം നടന്നു എന്നിട്ട് സമനില, പിന്നെ എന്തിനാ ഈ മത്സരം നടത്തുന്നു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ അതിനെ നമുക്ക് മറികടക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് 2020 എന്ന് പറയുന്ന മത്സരങ്ങൾ. 2020യുടെ പല രൂപങ്ങളും വകഭേദങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാലവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ രാജ്യങ്ങൾ വരണം. ചെറിയ രാജ്യങ്ങൾ വരുമ്പോഴത്തേക്കും അവർക്കും ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി പല രാജ്യങ്ങളിലേക്കും ക്രിക്കറ്റ് എന്നുള്ള ഗെയിം കൂടുതൽ കടന്നു ചെല്ലും. അത് ക്രിക്കറ്റിന് നിലവിൽ ഇപ്പം ക്രിക്കറ്റിൻ്റെ മേധാവിത്വം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് രാജ്യങ്ങളിലാണ് ഉള്ളത്. അത് ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ഒക്കെയാണ് അവരുടെ ക്രിക്കറ്റിൻ്റെ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോർഡ് പോലും സ്ട്രോങ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ടീമിൻ്റെയും സാമ്പത്തികമായിട്ടൊക്കെ വളരെ വീക്കായിട്ടുള്ളതാണ്. ഇപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള ടീമുകളടക്കം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് സാമ്പത്തിക ശേഷിയൊക്കെയുള്ള ടീമുകളായിട്ട് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്നുള്ള ഒരു ക്രിക്കറ്റിനെ വളർച്ച വളരെ വേഗത്തിലാക്കാനും അതിന് സാധ്യമാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ മുന്നിലുണ്ട്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യണം. അപ്പോൾ ഈ അശ്വിൻ പറയുന്ന ലോജിക്കിനോട് നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റുന്നില്ല. അല്ല, ഇത് 2 കാര്യമുള്ളത്. ഒന്ന്, അശ്വിൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകകപ്പ് കാണാൻ ആളുണ്ടാവില്ല എന്നുള്ളതാണ്. അത് പക്ഷെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറയുന്ന പുതിയ രാജ്യങ്ങൾ വരുമ്പോൾ പഴയ രാജ്യങ്ങളിലെ ടീമുകൾ അവിടെ ഓൾറെഡി ഉണ്ട്. ഇപ്പൊ ഇന്ത്യ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ അങ്ങനെയുള്ള വമ്പന്മാർ ഓൾറെഡി കളിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മത്സരങ്ങൾ അല്ലെങ്കിൽ കാണാൻ എന്തായാലും ടീമുകൾ ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് വരുന്നത്, ഈ ടീമുകൾ തമ്മിലുള്ള അടുത്ത റൗണ്ട് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് അതിനെ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നൊരു കാര്യം. ഇപ്പൊ ICC എന്തിനാണ് US വെച്ചിട്ട് കഴിഞ്ഞ T20 ലോകകപ്പ് നടത്തിയത്? പുതിയ മാർക്കറ്റുകളെ കണ്ടെത്തുക എന്നുള്ള ഒരു ശ്രമം തന്നെയാണ്, അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അങ്ങനെ നടക്കുന്നത്. അപ്പൊ T20 എന്ന് പറയുന്ന ഒരു ഗെയിമിന് അങ്ങനെയുള്ള ഒരു ഇതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ പക്ഷെ പറയുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു യോജിക്കേണ്ടതായിട്ട് വരും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അശ്വിൻ പറയുന്നത് ഈ T20 ലോകകപ്പ് 2 വർഷത്തിൽ ഒരിക്കലാണ് നിലവിൽ നടക്കുന്നത്. ഏകദിന ലോകകപ്പ് നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. ഇപ്പോഴും ഏകദിന ലോകകപ്പ് എന്ന് പറയുന്നതിനോടൊരു വല്ലാത്തൊരു ഫീല് നമുക്ക് ഉണ്ടാവാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? അപ്പൊ 2003 വേൾഡ് കപ്പ് ഒക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ഞാൻ ഭയങ്കരമായിട്ട് ഇത് ചെയ്ത, എൻജോയ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ആവേശം തോന്നിയ വേൾഡ് കപ്പ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് വേൾഡ് കപ്പ് 4 വർഷത്തിൽ ഒരിക്കൽ വരുന്നത്, ഇപ്പൊ ഏകദിന ലോകകപ്പ് 4 വർഷത്തിൽ ഒരിക്കൽ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം അതിനോടൊരു ആവേശം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ T20 ലോകകപ്പ് എല്ലാ 2 വർഷം കൂടുമ്പോഴും നടക്കുന്നത് കൊണ്ട് ആളുകൾക്ക് ഇതിനോടൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കാത്തിരിപ്പിന്റെ ഒരു ഇതില്ലാതെ ആയി എന്നുള്ള ഒരു അങ്ങനെ ഒരു താല്പര്യം നഷ്ടപ്പെട്ടു എന്നുള്ളത് പറയുന്നുണ്ട്. അതൊരു പക്ഷെ ശരിയായിരിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നതാണ് ഈ പറയുന്ന ചെറിയ കുഞ്ഞൻ രാജ്യങ്ങളുമായിട്ടുള്ള മത്സരങ്ങൾ വരുന്നു, ഏർലി സ്റ്റേജിൽ വരുന്നു. പക്ഷെ ലോകകപ്പ് പുരോഗമിക്കും തോറും വലിയ ടൈറ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ വരികയും ഫൈനലൊക്കെ എത്തുന്ന സമയത്ത് നമുക്കറിയാം സ്ട്രോങ് ആയിട്ടുള്ള ടീമുകൾ വരികയൊക്കെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങൾ കുറയുന്നില്ല. അവിടെ ചെറിയ രാജ്യങ്ങളും കൂടി ഉൾപ്പെടുന്ന മത്സരങ്ങൾ കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു ആ രീതിയിൽ കാണാൻ ആളുണ്ടാവില്ല എന്ന് പറയാം. ആ ഒരു ലോജിക്ക് വെച്ചിട്ട്, ആ ഒരു ആർഗ്യുമെന്റ് വെച്ചിട്ട് മാത്രം പറയാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഉള്ളത് കൺഫ്യൂസിംഗ് ആയിട്ട് ഉള്ള കലണ്ടറാണ്. അതായത് എപ്പോഴും മത്സരങ്ങളാണ്. ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ് ഒന്ന് വരുന്നു. അപ്പൊ ആളുകളെ സംബന്ധിച്ച് T20 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്, അപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് ബന്ധമുള്ളതാണ്. ആളുകളെ സംബന്ധിച്ച് T20 ലോകകപ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു
വളരെ സവിശേഷമായിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ് എന്നുള്ള ഒരു ഫീല് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ എന്താ ഏഷ്യ കപ്പ് കഴിഞ്ഞല്ലോ, ഏഷ്യ കപ്പ് കഴിഞ്ഞ് ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള പരമ്പര, ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പര, അതെ അടുത്തത് ലോകകപ്പ്. അങ്ങനെ ആളുകൾക്ക് സ്പെഷ്യൽ ഇവന്റുകളും സാധാരണ നടക്കുന്ന പരമ്പരകളും തമ്മിലുള്ള ഒരു തമ്മിലുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഫീല് കിട്ടുന്നില്ല എന്നുള്ളതാണ് അശ്വിൻ പറയുന്നത്. ഇതൊക്കെ ഒരു പക്ഷേ ശരിയായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതിന് വേറെ റീസൺ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മത്സരങ്ങൾ, ഇന്ത്യക്ക് കൂടുതൽ ടൂർണമെന്റുകൾ കളിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ മത്സരം എപ്പോഴും ലൈവാണ്. അതിനിടയിൽ പെട്ടെന്നൊരു ഗ്യാപ്പിൽ ലോകകപ്പ് വരുന്നു എന്നുള്ള ആ ഒരു ഘട്ടത്തിലും കൂടെ വരുമ്പോഴത്തേക്കും ഇപ്പം മുമ്പ് സേഫ് പറഞ്ഞ പോലെ നമ്മൾ കളിക്കേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, ആകാംക്ഷയോടെ കാണാൻ വേണ്ടിയിരിക്കുക, ആ ഒരു ത്രില്ല് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ മത്സരം എല്ലാ മാസം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ലോകകപ്പ് നടക്കുന്നു എന്നൊരു തോന്നൽ അവിടെ വരുന്നുണ്ട്. അതാണെന്നൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഏകദിന ക്രിക്കറ്റ് മരിക്കുകയാണെന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ ലോകകപ്പിനൊക്കെ ആ രീതിയിൽ ഏകദിന ലോകകപ്പിനകത്ത് 2023 ലോകകപ്പിനകത്തൊക്കെ നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കൂടുന്നുണ്ട്. ഇപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ ലോകകപ്പിന് കിട്ടുന്ന ആ ഒരു പ്രാധാന്യം മറ്റുള്ള ഈ പറയുന്ന പരമ്പരകൾക്കും രണ്ട് രാജ്യങ്ങൾ കളിക്കുന്ന പരമ്പരകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏകദിന ക്രിക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ T20 വേൾഡ് കപ്പിനൊക്കെ ആ രീതിയിൽ നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും വ്യൂവർഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഇടിവൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഈ പറയുന്ന ഫെബ്രുവരിയിലാണെങ്കിൽ പോലും ആളുകൾ വളരെ ഡെസ്പെറേറ്റ് ആയിട്ട് ഒരു മത്സരത്തിന് കാണാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ ഏതൊക്കെ തരത്തിൽ മത്സരങ്ങൾ ഫോളോ ചെയ്യാത്ത ആളാണെങ്കിൽ പോലും വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് കളി കാണാൻ വരും. ഇപ്പോൾ ലോകകപ്പിന്റെ വ്യൂവർഷിപ്പ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ്. ആ ഒരു ഗുണം അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് മൊത്തത്തിൽ ഒരു ക്രിക്കറ്റിന്റെ ഒരു ഗ്ലോബൽ ഓഡിയൻസിന്റെ എണ്ണം വർദ്ധിക്കുന്നതിൽ കിട്ടുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് പുതിയ രാജ്യങ്ങളിൽ കൂടി അതിലേക്ക് ഫോക്കസ് വരികയും T20 എന്ന് പറയുന്ന ഗെയിം ഇപ്പോൾ ഈ ഒളിമ്പിക്സ് അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഇതിനകത്തേക്കും വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു വളർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അശ്വിൻ പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ കാര്യമുണ്ട്, ചിലതൊക്കെ ശരിയാണ്. ചില പോയിന്റുകൾ അല്ലെങ്കിൽ ഈ ടൂർണമെന്റിനെ എങ്ങനെ വളരെ സവിശേഷമായി മാറ്റാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പോയിന്റുകളുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ നമുക്കറിയാം ഫ്രാഞ്ചൈസി ലീഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പൊ ഈ IPL ഒക്കെ വന്നോട് കൂടിയിട്ട് പലരും ഇന്ത്യയുടെ മത്സരങ്ങളിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ആവേശത്തിൽ IPL കാണുന്ന ഒരു സാഹചര്യം. അങ്ങനെ ആരാധകര് കളി കാണുന്ന ആളുകളുടെ മനോഭാവത്തിലൊക്കെ പലതരത്തിൽ മാറ്റം ഉണ്ടാവും. എന്തായാലും ക്രിക്കറ്റ് അങ്ങനെ മരിച്ചു പോകുന്നൊരു ഗെയിമൊന്നല്ല. അതിൻ്റെതായ സൗന്ദര്യമുണ്ട്, അതിൻ്റെതായ ഒരു ആവേശമുണ്ട്. T20 വന്നോട് കൂടിയിട്ട് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മത്സരം പോലും അല്ലെങ്കിൽ ഒരു ടെസ്റ്റോ ഒരു ഏകദിനോ പോലും കാണാത്ത ആളുകൾ പോലും T20 കാണാൻ തുടങ്ങിയതൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുണ്ട്. അതായത് T20 മാച്ച് എന്ന് പറയുമ്പോൾ IPL വന്നോട് കൂടിയിട്ട് അല്ലെങ്കിൽ T20 എന്ന് പറയുന്ന ഒരു ഗെയിം വന്നോട് കൂടിയിട്ട് ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയ ആളുകളെ വളരെ പ്രായമുള്ള ആളുകളുടെ വരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾ പോലും ഉണ്ട്. ഈ അശ്വിൻ പറഞ്ഞതിനകത്ത് എനിക്കൊരു വേറെ ഡൗട്ട് എന്ന് വെച്ചാൽ ഇനി സ്റ്റേഡിയത്തിലെത്തി ആരും കളി കാണില്ല എന്നാണോ ഉദ്ദേശിച്ചത്, അതോ ഇനി ഫോണിൽ അല്ലെങ്കിൽ TV കളി കാണില്ല മൊത്തത്തിലായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു വേറെ പ്രശ്നമുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 1-2 വർഷം, 1 വർഷമല്ലോ നമ്മളിപ്പം ക്രിക്കറ്റ് മത്സരങ്ങളല്ലേ ഇപ്പം Jio TV കിടക്കം ഇപ്പം BCCI കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ടെലിവിഷനിൽ നിന്ന് കളി ഇപ്പോൾ ആരും തന്നെ ഇല്ല, കളി കാണാനുള്ള സാഹചര്യമില്ല. ആ സമയത്ത് എല്ലാവരും ഇതിനെ വിമർശിച്ചിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ TV കളി കാണുന്നതാണ് ഒരു പണ്ട് മുതലുള്ള നമ്മളെ രീതി, അതാണ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അതിനെതിരെ ഈ Jio TV കൊടുത്തതിനെതിരെ ഭയങ്കര വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളത് വളരെ പെട്ടെന്ന് ആ വിമർശനം ഇല്ലാതായിപ്പോയി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലിരുന്നും ബസ്സിലിരുന്നും ട്രെയിനിലിരുന്നും എല്ലാം നമുക്ക് ഫോണിൽ കളി കാണാൻ. അല്ല, ഇതില് വേറൊരു ലോജിക്കൽ പ്രശ്നം കൂടി ഉണ്ട്. TV എന്ന് പറയുമ്പോഴേ ഇപ്പൊ TV ചാനൽ വേണ്ട, ഹോട്ട്സ്റ്റാർ കണക്ട് ചെയ്ത് TV കാണാൻ കളി. ആളുകൾക്ക് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടൊരു സാധനം കാണാൻ പറ്റുമ്പോഴാണ് അതിന് കൂടുതൽ ആളുകൾ കാണുക. അപ്പോൾ ഉദാഹരണം പറയാൻ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ നമ്മൾ മൊബൈൽ ഇല്ലാത്ത അല്ലെങ്കിൽ മൊബൈലിൽ നമ്മൾ കളി കാണാത്ത ഒരു കാലം ആലോചിച്ച് നോക്ക്. പറയുന്ന ഒരു മീഡിയ ഇപ്പൊ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ TV ഇപ്പോൾ കാണുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ പുറത്തു പോവാണ്, ഷോപ്പിങ്ങിന് പോവാണ്, നമ്മൾ കളി കാണാൻ പറ്റും? പറ്റില്ല. അവിടുത്തെ TV വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും.
അതുപോലെ തന്നെ നമ്മൾ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ടിവിയോ സൗകര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് കളി കാണാൻ പറ്റും അന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ സച്ചിൻ്റെ ഒക്കെ കളി കാണാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കും. ഇന്ന് നമുക്ക് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഫോണ് സൈഡിൽ വെച്ചിട്ട് ശബ്ദം കുറച്ച് വെച്ചിട്ട് അത് ഇരുന്ന് കളി കാണാം, അല്ലെങ്കിൽ കളി അറിയാം പെട്ടെന്ന് തന്നെ, അത് ആക്സസിബിൾ ആണ്. ഇപ്പോൾ ഞാനൊക്കെ പ്രധാനപ്പെട്ട മാച്ചൊക്കെ നടക്കുന്ന സമയത്ത് ചില സമയത്ത് ഷോപ്പിലൊക്കെ ഷോപ്പിങ്ങിനാണ് വെച്ചെങ്കിൽ ജസ്റ്റ് ഫോണിൽ ഹോട്ട്സ്റ്റാറോ അല്ലെങ്കിൽ ആപ്പ് വെച്ച് കളി കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ കളീനെ സ്നേഹിക്കുന്ന ആളുകൾ കളി കാണാൻ ആളുണ്ടാവുകയും ചെയ്യും. എന്തായാലും വ്യക്തിപരമായിട്ട് ഞാനൊക്കെ T20 വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഇതുപോലുള്ള കുഞ്ഞൻ രാജ്യങ്ങൾ കളിക്കുന്നതും അവര് ഇത് തീർക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിൽ നമുക്കൊരു ആവേശം ഉണ്ടാവുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഞ്ഞൻ രാജ്യങ്ങൾ വിജയിക്കുമ്പോഴോ അല്ലെങ്കിൽ വിജയത്തോളം പോകുന്ന ഒരു പോരാട്ടം കാഴ്ചവെക്കുമ്പോഴോ ആണ്. അങ്ങനത്തെ ഒരുപാട് മത്സരങ്ങൾ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ പ്രതീക്ഷ പകരുന്ന ഒരുപാട് മാച്ച്. അപ്പൊ അതിലൊരു മാച്ചാണ് ഞാൻ പറഞ്ഞത്, നെമീബിയ എന്ന് പറയുമ്പോൾ നെമീബിയ കഴിഞ്ഞ വർഷം ദക്ഷിണാഫ്രിക്കനെ തോൽപ്പിച്ച ടീമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിക്കറ്റ് വളരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ രാജ്യം, അല്ലെങ്കിൽ നെമീബിയ ഒരു പുതിയ രാജ്യമൊന്നുമല്ല, ക്രിക്കറ്റിൽ കുറച്ച് നമുക്കറിയാം പുതിയ മാർക്കറ്റുകൾ ഉണ്ടാകണം. അതുപോലെ തന്നെ നല്ല ഒരു ഗ്ലോബൽ ഇവന്റ് ആയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ അതിന് മാറണം. അപ്പൊ അതിന് വേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മാച്ച് ഇത് 2 വർഷം കൂടുമ്പോൾ നടത്തണോ വേണ്ടേ എന്നുള്ള തീരുമാനം, അതുപോലെ തന്നെ ടൂർണമെന്റുകളെ കലണ്ടർ എങ്ങനെയാണ് പരിഷ്കരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ICCക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് ചെയ്ത് അതെ അശ്വിൻ പറഞ്ഞ കാര്യങ്ങൾ ചില യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും ഉണ്ട്. അതോടൊപ്പം തന്നെ ചിലതിലൊന്നും വലിയ ലോജിക്കില്ല അല്ലെങ്കിൽ ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ട്. എന്തായാലും T20 വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു നല്ല പെർഫോമൻസ് വരട്ടെ, T20 ലോകകപ്പ് നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒരു കുഞ്ഞൻ രാജ്യം പുതിയൊരു ഐഡന്റിറ്റി ആയിട്ട് അതെ ഏതെങ്കിലും ഒരു കുഞ്ഞൻ രാജ്യം ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് വരട്ടെ എന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ ലോകകപ്പിന്റെ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ ഈ ഓൾറെഡി ടീമുകളെ സീഡ് ചെയ്തിട്ട് ഇന്ന ടീമുകളാണ് ഈ അടുത്ത റൗണ്ടിലേക്ക്, അതായത് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് കടക്കുക എന്ന് ICC ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധ്യതകൾ വെച്ചിട്ട്. അപ്പൊ അത് തിരുത്തപ്പെട്ട് അതിപ്പോ ഓൾറെഡി റാങ്കിങ് ഒക്കെ വെച്ചിട്ടുള്ള ടീമുകളായിരിക്കും വെച്ചിട്ടുണ്ടാവുക, ശക്തരായ ടീമുകളായിരിക്കും. കാരണം ഈ ഗ്രൂപ്പ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഏതെങ്കിലും ഒരു സീഡഡ് ടീം കടന്നില്ലെങ്കിൽ അവിടെ ആ സ്ഥാനത്ത് ആ ഗ്രൂപ്പിൽ നിന്ന് ഏത് കുഞ്ഞൻ ടീമാണോ കടക്കുന്നത് അവർക്കാണ് അത് ലഭിക്കുക, ആ ഇതിലേക്ക് ലഭിക്കുക. അപ്പൊ അങ്ങനെ ICC കണക്കൂട്ടി വെച്ച ആ കണക്കൂട്ടലുകൾ പോലും തെറ്റാൻ സാധ്യത ഉണ്ട്. അങ്ങനെ തെറ്റട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ കുഞ്ഞൻ രാജ്യങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.